ഹലോ ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെയും മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്. നമുക്ക് സ്വന്തമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നതിനായിട്ട് ഒരു ഉപകരണം തന്നെ ഉണ്ടാക്കിയാലോ? വളരെ ഈസിയായിട്ട് ചിലവ് കുറഞ്ഞ രീതി നമുക്കതൊന്ന് കണ്ടു നോക്കാം. നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്തെടുക്കുന്ന വീഡിയോസാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എൻ്റെ മോനെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ ഫ്രണ്ട്സ്. ക്യാമറ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എമർജൻസി ലാബായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ടി വി പ്രോഗ്രാം, മൂവി അതെല്ലാം നിങ്ങൾക്ക് ഇട്ട് എല്ലാവർക്കും കാണാത്ത രീതിയിലാക്കാം. അടിപൊളി സ്റ്റാൻഡാണ്. നമുക്ക് കൈ പിടിച്ച് മൊബൈൽ കൈ പിടിച്ചൊന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം കൈവേല എടുക്കുമ്പോൾ എല്ലാം എടുക്കുമ്പോൾ അവർക്ക് അത് വേണ്ട. ഈ സ്റ്റാൻഡ് കാണും. അടിപൊളി സ്റ്റാൻഡാണ്. വെറും 4-5 പീസ് വെച്ചുണ്ടാക്കുന്ന അടിപൊളി സ്റ്റാൻഡാണ്. പല നമ്മൾ വീട്ടിൽ കിടന്ന് എന്ത് സമയത്തുണ്ടാക്കാം. പല ഷവറും കുറച്ച് പീസ് വെച്ചുണ്ടാക്കുന്ന അടിപൊളി സ്റ്റാൻഡാണ് ഗൈസ് ഞാൻ പറയാൻ പോകുന്നത്. അടിപൊളി അടിപൊളി സ്റ്റാൻഡാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഫുള്ള് കാണുക. എല്ലാ കാര്യം പറയുന്നത് അളവും വീതിയും എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. എല്ലാം സ്കിപ്പ് ചെയ്യാവുന്നത് എല്ലാം കാണുക. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ബെല്ലൊക്കെ അടിച്ചു വിടുക ഗൈസ്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്യുക ഗൈസ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. കൂട്ടുകാരെ കണ്ട നമ്മുടെ ക്യാമറ സ്റ്റാൻഡുണ്ട്. മിനി ക്യാമറ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ പഴയ ഷവറാണ്. ഒരു ഷവർ വേണം. ഒരു ഷവർ എന്നിട്ട് നമുക്ക് ഈ ഷവറായാലും മതി, ഇങ്ങനത്തെ ഷവറായാലും മതി. പിന്നെ PC പൈപ്പിൻ്റെ ഈ വളഞ്ഞിരിക്കുന്ന ഷേപ്പിലുള്ള സാധനം വേണം. പിന്നെ PC പൈപ്പിൻ്റെ ഇതുകൊണ്ടുള്ള ഷേപ്പും വേണം. പിന്നെ ചെറിയ ഷേപ്പ് വേണം. ഇത് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്ററാണ്. 8 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഈ ഒരു കഷ്ണം കട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ PC പൈപ്പാണ്. 8 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 4.5 സെൻറ്റിമീറ്റർ നീളമാണ്. 4.5 സെൻറ്റിമീറ്റർ നീളം. ഫസ്റ്റ് നമ്മൾ ഇതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ലൈറ്റർ വേണം. ലൈറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലായാലും നമുക്കിത് ഈ PC പൈപ്പ് ഉരുക്കി എടുക്കാം. അല്ലാതെ നമുക്ക് എങ്ങനെയായാലും എടുക്കാം. ഇപ്പോൾ ലൈറ്ററിലാണ് എടുക്കുന്നത്. നമുക്ക് തന്നെ പ്ലസ് കീക്കിൻ്റെ പശ വേണം. ഞാനിപ്പോൾ ഇവിടെ പ്ലസ് കീക്കിൻ്റെ പശ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇച്ചിരി ബലം കിട്ടാൻ വേണ്ടിയാണ്. കുറേ നാൾ ഇരിക്കാനും വേണ്ടിയാണ്, ഒടിഞ്ഞു പോയിരിക്കാൻ. ഫസ്റ്റ് നമ്മുടെ ഷവറിൻ്റെ ഇവിടുത്തെ ഈ വെള്ളം പോകുന്ന പൈപ്പില്ല, ആ പൈപ്പ് നമ്മൾ അവിടെ വെച്ച് ഊരണം. അവിടെ പിരി വെച്ചിട്ടുണ്ട്. ആ പിരി വെച്ച് ഊരണം. ഊരിയിട്ട് നമ്മളത് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇച്ചിരി ടൈറ്റായിരിക്കും. നല്ലോണം നമ്മൾ ഊരി എടുക്കണം. ഊരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഊരുണ്ടാവും. ഊരി വെച്ച് ഫസ്റ്റ് നമ്മൾ മുമ്പേ ഇരുന്നത് ഇങ്ങനെയാണ്. മുമ്പേ ആ പീസിയുടെ പൈപ്പ് ഇങ്ങനെ ആയിരുന്നിരുന്നത് ഷവറിൻ്റെ. ഇപ്പോൾ നമ്മൾ തല തിരിച്ച് വെക്കണം. കണ്ടോ, തിരിച്ച് ഇങ്ങനെ എടുത്ത് വെക്കണം. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് മുറുക്കി കൊടുക്കണം. അമ്മക്കി വെച്ച് നന്നായിട്ട് മുറുക്കി കൊടുക്കണം. കണ്ടോ, മുറുക്കി കൊടുത്ത ശേഷം നമ്മുടെ ഷവറിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണെന്ന് ആവുന്നത് പറഞ്ഞാൽ അവിടുത്തെ ഈ ഭാഗം മുറുക്കി കൊടുക്കാത്തതിൻ്റെയാണ്. ആ ഭാഗം മുറുക്കി കൊടുത്താൽ നല്ല കട്ടിയായിട്ട് അങ്ങ് എടുത്തോളും. കണ്ടോ, അപ്പോൾ നല്ല അനങ്ങുന്നൊന്നുമില്ല, നല്ല കട്ടിയായിട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ചലനമൊന്നുമില്ല. നമ്മൾ പിടിച്ച് വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ആ ചെറിയ പീസ് കഷ്ണം അതിനകത്ത് നമ്മൾ ചൂടാക്കി അങ്ങോട്ട് വെക്കണം. ഞാനിവിടെ ലൈറ്ററാണ് ഇടിക്കുന്നത്. ഗ്യാസ് സ്റ്റവ് എടുക്കുന്നില്ല, ഗ്യാസ് വെച്ച് എടുക്കുന്നില്ല. ലൈറ്റർ വെച്ച് നന്നായിട്ട് അങ്ങ് ചൂടാക്കി കൊടുക്കണം. കൂട്ടുകാരൻ നമ്മളാണ്ട് ഇവിടെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എടുത്ത സാധനം ഇതിനകത്തോട്ട് കയറ്റി വെച്ചാണ്ട് ഉള്ളിലോട്ട് കയറി പോകുന്നതാണ്. ഷവറിൻ്റെ പൈപ്പിലോട്ട് PC പൈപ്പ് കയറി പോകുന്നതാണ്. പക്ഷെ നമ്മൾ സാധാ ഒരു പീസ് പൈപ്പ് എടുത്താൽ അത് കയറത്തില്ല. കണ്ടോ, തട്ടിയിരിക്കുന്നുണ്ടോ. മറ്റേ ചൂടാക്കിയോണ്ടാണ് അത് ഉള്ളിലോട്ട് കയറി പോകുന്നത്. ഉള്ളിലോട്ട് കയറ്റി വെക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് എന്തെങ്കിലും വെച്ചിങ്ങനെ അമ്മയ്ക്ക് വെച്ചാൽ നല്ല അമങ്ങി ഇരുന്നോളും. ഊരി എടുത്തില്ല. കാരണം അങ്ങനെ വെച്ച് നമ്മൾ അമ്മയ്ക്ക് വെച്ചാൽ മതി. നമുക്ക് വെച്ചാൽ നമ്മുടെ ഈ വളഞ്ഞിരിക്കാൻ PC പൈപ്പാണ് അതിൻ്റെ അടിയിലായിട്ട് വെക്കുന്നത്. അടിയിലായിട്ട് വെച്ചാൽ സ്റ്റാൻഡ് രൂപത്തിൽ എടുത്തോളൂ. എന്നാലും നല്ല സ്റ്റാൻഡായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ പ്ലസ് കീക്ക് വെച്ച് അവിടെ പ്ലസ് കീക്ക് ശാലം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഊരി പോകാതിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ പ്ലസ് കീക്ക് അപ്ലൈ ചെയ്താലും മതി. അല്ലെങ്കിൽ പ്ലസ് കീക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഗ്ലൂ അപ്ലൈ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ചുമ്മാ പ്ലസ് കീക്ക് ഇച്ചിരി കാലങ്ങളോ നിൽക്കാൻ വേണ്ടി പ്ലസ് കീക്ക് വെച്ചാണ്. ചുമ്മാ വെച്ചാലും മതി, ഊരി പോത്തൊന്നുമില്ല. അവിടെ ശാലം പ്ലസ് കീക്ക് അപ്ലൈ കൊടുക്കുകയാണ്. കൊടുത്ത ശേഷം നന്നായിട്ട് ഉണങ്ങാനൊന്ന് വെക്കണം. 2-3 മിനിറ്റിന് വെക്കണം. വെക്കാൻ നന്നായിട്ട് ഇപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എന്നാൽ കണ്ടോ, അപ്പം തന്നെ സ്ട്രെയിറ്റ് നേരെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കുന്ന PC പൈപ്പ് എടുത്തിട്ട് അവിടെ ഇപ്പം വെച്ച PC പൈപ്പിലോട്ട് കയറ്റി വെക്കണം.
നന്നായിട്ട് ടൈറ്റാക്കി മുറുക്കി വെക്കണം. പിന്നെ വേറൊരു കാര്യം പറയാം, സ്ട്രൈറ്റായിട്ട് നേരെ ഇരിക്കണം. ഷവറിൻ്റെ പൈപ്പും PC പൈപ്പും നേരെ ഇരിക്കണം, വളഞ്ഞൊന്നും പോകാൻ പാടില്ല. ഇപ്പം നേരെ ഇരിക്കുകയാണ്, വളഞ്ഞു പോയാൽ സ്റ്റാൻഡ് ആകത്തില്ല, ശാലം വളഞ്ഞിരിക്കും, മൊബൈൽ വളഞ്ഞിരിക്കും. പിന്നെ അടുത്ത കാര്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ശാലം പ്ലസ് കീക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചുമ്മാ വെച്ചാലും മതി, ഊരിപ്പോത്തൊന്നുമില്ല, നല്ല കനമാണ് PC പൈപ്പായിട്ട് വെച്ചാൽ. ചുമ്മാ ബലം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം പ്ലസ് കീക്ക് അപ്ലൈ ചെയ്യുന്നത്, ഒടിഞ്ഞു പോയിരിക്കാനൊന്നും. നന്നായിട്ട് പ്ലസ് കീ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ചാൽ 8 സെൻറ്റിമീറ്റർ നീളമുള്ള PC പൈപ്പ് ഇതിൻ്റെ അടിയിലോട്ട് കയറ്റി വെക്കണം. മറ്റേ പ്ലസ് കീക്ക് അപ്ലൈ ചെയ്ത സ്ഥലം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ബലം പിടിച്ച് നന്നായിട്ട് മുറുക്കി ഉള്ളിലോട്ട് കയറ്റി വെക്കണം. കയറ്റി വെച്ചാൽ നമ്മളാണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളാണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ഭാഗം ഒട്ടിയൊന്ന് സ്ട്രൈറ്റ് ആണോ നോക്കണം. നേരെ ഇരിക്കുന്നുണ്ടോ സ്ട്രൈറ്റ് ആണോ നമ്മൾ നോക്കണം. സ്ട്രൈറ്റ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആക്കണം കറക്റ്റായിട്ട്. കാരണം ഇപ്പം നന്നായിട്ട് ഷവറിൻ്റെ ഫ്രണ്ട് ഭാഗം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം മേലോട്ടങ്ങനെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, താരോട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ ബാക്ക് ഭാഗം കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കണം, സ്ട്രൈറ്റ് വളഞ്ഞൊന്നും ഇരിക്കരുത്. ആ ഷവറിൻ്റെ കമ്പ് പോയിരിക്കുന്നത് തന്നെ അതുകൊണ്ടൊക്കെ തന്നെ നല്ലോണം സ്ട്രൈറ്റ് ആയിരിക്കണം. ഇനി നമുക്ക് അവിടെയും കൂടെ കുറച്ച് പ്ലസ് കീക്ക് പക്ഷേ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അവിടെയും കൂടെ നന്നായിട്ട് അപ്ലൈ കൊടുക്കണം. 2-3 മിനിറ്റ് കഴിഞ്ഞ് പ്ലസ് കീക്ക് ഒട്ടാൻ നന്നായിട്ട് ഒട്ടിയെ പിടിക്കും. കണ്ടോ ഇപ്പം അടിപൊളി ഷവറായില്ലേ, സെറ്റപ്പ് ഷവറാണ് ഇപ്പോൾ. നന്നായിട്ട് അവിടെയൊക്കെ നന്നായിട്ട് മുറുക്കുന്നുണ്ടോ. ഇപ്പം നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ് നമ്മളെ ഷവറിൻ്റെ പൈപ്പും പിന്നെ PC പൈപ്പും കൂടെ ഇരിക്കുന്നത്. അവിടെ കറക്റ്റായിട്ട് പ്ലസ് കീ അപ്ലൈ ചെയ്ത് നമ്മൾ കൊടുക്കണം. പിന്നെ അടിയിലായിട്ട് വെക്കാനായിട്ട് എന്തെങ്കിലും മാർബിളിൻ്റെ പീസോ എന്നാൽ ടൈലോ മരക്കഷ്ണോ തടിയോ പലക എന്തായാലും മതി. കൂട്ടുകാർ ഞാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മാർബിളിൻ്റെ പീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈൽ എടുക്കാം, മരക്കഷ്ണം എന്ത് വേണം എടുക്കാം, ഒരു ഇതുമില്ല. 2.5 കിലോയെങ്കിലും 1.5 കിലോയെങ്കിലും ഭാരം വരുമെന്നാണ് തോന്നുന്നത്, നല്ല ഭാരമുണ്ട്. അതിനകത്താണ് നമ്മളിത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഈ ക്യാമറ സ്റ്റാൻഡും വീഡിയോ സ്റ്റാൻഡും ലൈറ്റ് എമർജൻസി ലാവും എല്ലാം കൂടെ കണങ്ങിയിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. കണ്ടോ ഇവിടെ ഈ സൈഡിലായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയ സ്റ്റാൻഡ് നന്നായിട്ട് ഗം ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചോ സ്ക്രൂ ചെയ്തോ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് അമക്കി ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ അവിടെ ആയിട്ടാണ് സംഭവം ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഞാനിവിടെ ഈ മാർബിൾ പീസിലോട്ട് PC സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 2 PC ടൂളാണ്. വീഡിയോ പണി കഴിഞ്ഞിട്ട് ബാക്കി വേസ്റ്റ് വന്ന 2 PC ടൂളുകളാണ് അതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വലിയ പീസാണ്, ആ വെള്ള കളറിൽ കാണുന്നത്. ഇത് ഈ ചെറിയ PC കൊള്ളുന്ന ചെറിയ പീസാണ്. ഈ പീസ് നമുക്ക് ഈ ചെറിയ പീസ് ആ വലിയ വെള്ള പീസിലോട്ട് കയറ്റി നന്നായിട്ട് വെക്കണം. അത് വലുതാണ്, അത് ചെറുതാണ്. നമ്മൾ ഈ വെള്ള PC പൈപ്പിലോട്ട് മറ്റേ നന്നായിട്ട് ചെറിയ PCയുടെ ആ ടൂൾ നന്നായിട്ട് ടൈറ്റാക്കി വെക്കണം. പിന്നെ ഊരിപ്പോകാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റാക്കി വെക്കണം. അതാണ് നമ്മുടെ ഈ അടിയിലായിട്ട് വെക്കുന്ന ഇതിൻ്റെ അടിയിലായിട്ട് വെക്കുന്ന ഫിക്സ് ചെയ്ത് വെക്കുന്ന PC ടൂൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ടൈറ്റ് വെക്കണം. എന്നിട്ട് ശാലം ഞാൻ അപ്പം പ്ലസ് കീക്ക് അവിടെ ഒരിക്കുന്നില്ല, ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേ ഉള്ളൂ. കണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ ആ എടുത്ത PCയുടെ പൈപ്പിലെ സ്റ്റാൻഡ് അത് അതിനകത്തോട്ട് നമുക്ക് മുറുക്കി കയറ്റി കൊടുത്താൽ മാത്രം മതി. ആ PCയുടെ അടിവശത്ത് വെക്കുന്ന 2 ടൂളും പിന്നെ ആ ടൂളിലോട്ട് നമ്മൾ ഈ PCയുടെ പൈപ്പ് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അമർത്തി നന്നായിട്ട് വെക്കുക. നാളിപ്പോൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ്. നമ്മൾക്ക് ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൂ ഇട്ട് വെക്കാം, നമുക്ക് തന്നെ എന്ത് വേണം വെച്ചാലും ഒട്ടിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇച്ചിരി കൂടെ ബലം കിട്ടാൻ വേണ്ടി പ്ലസ് കീക്ക് വെച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ഷവറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അത് ഊരി വെച്ചിരിക്കുകയാണ് ചെയ്യാൻ വേണ്ടി. സെൻറ്ററിൽ വെക്കാൻ വേണമെങ്കിൽ ഏത് കോണറിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇത്. ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് വെക്കുകയാണ്, സെൻറ്ററിലായിട്ട് വെക്കുകയാണ്, ഒരു കോണറിലായിട്ട് വെക്കുകയാണ്. എന്നിട്ടാണ് നമ്മുടെ പ്ലസ് കീക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന നമുക്ക് പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ കൂടുതൽ നമ്മുടെ ഈ PCയുടെ ടൂളിനകത്ത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. കണ്ടോ പ്ലസ് കീക്ക് അപ്ലൈ ചെയ്തിട്ട് എടുത്ത് കണ്ടോ നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പ്ലസ് കീക്ക് വെച്ച് സൈഡ് ഭാഗം കൂടെ ഈ PCയുടെ പൈപ്പിൻ്റെ സൈഡ് ഭാഗം കൂടെ ഒട്ടിച്ച് കൊടുക്കണം. സൈഡ് ഭാഗം കൂടെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നിങ്ങൾ സ്ക്രൂ ചെയ്ത് വേണേൽ വെക്കാം. സ്ക്രൂ ചെയ്ത് വെക്കുന്നില്ല, ഒട്ടിച്ച് കൊടുക്കുവാണ്. ഒട്ടിപ്പോത്തൊന്ന് നന്നായിട്ട് ഇരുന്നോളൂ അങ്ങ്.
പ്ലസ് കീ ആയതുകൊണ്ട് ഗ്ലൂ സ്റ്റിക്ക് വെച്ചൊന്നും ഒട്ടിച്ച് കൊടുക്കില്ല. ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചെടുത്താൽ പൊളായി പോകുന്നതായിരിക്കും. ഫേക്ക് കിക്ക് അത് വെച്ചൊന്നും ഒട്ടിച്ച് കൊടുക്കാൻ പാടില്ല. പ്ലസ് കിക്ക് തന്നെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മളാണ് ഈ ഫ്രണ്ടിലിരുന്ന് ആ ഷവറിൻ്റെ ഇപ്പം ഊരി വെച്ചായിരുന്നു. ഇപ്പം ഞാനത് മുറുക്കി കൊടുക്കുകയാണ്. സൈഡിൽ പിടിച്ച് നന്നായിട്ട് മുറുക്കി നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കണം. അപ്പം നന്നായി ബലമായിട്ടുണ്ട്, നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. നന്നായി സ്ട്രോങ് ആണ്. നമ്മുടെ സ്റ്റാൻഡാണ്ട് ഇവിടെ സ്റ്റാൻഡിൻ്റെ പാതി പണിയോളം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആൾ അടിപൊളിയായിട്ടിരിക്കുകയാണ്. കണ്ടോ സൈഡ് ഭാഗം കണ്ടോ അടിപൊളിയായിട്ടിരിക്കും. ഇതുവരെയാണ്ട് നമ്മൾ അടിപൊളി സ്റ്റാൻഡാണ്. കണ്ടോ ഇവിടെ ഒരു കുഴപ്പമില്ല, ഒടിഞ്ഞൊന്നും പോകത്തില്ല. ഷവറിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ആവുന്നുണ്ട്, നന്നായിട്ടാവുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മളിപ്പോൾ പണിഞ്ഞിരിക്കുന്നത്. കണ്ടോ ഇനി നമ്മളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ സോൾഡറിങ് അയൺ ഉപയോഗിക്കുന്നുണ്ട്. PVC കിരുത്തിയിടാനാണ് സോൾഡറിങ് അയൺ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കിരുത്തിയിടാൻ വേണ്ടിയാണ് സോൾഡറിങ് അയൺ. ഞാനിപ്പോൾ സോൾഡറിങ് അയൺ യൂസ് ചെയ്യുന്നത് ഈ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ഉപയോഗിച്ചത്. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞാൽ Redmi 9ൻ്റെ കവറാണ്. നിങ്ങൾക്ക് പല കവർ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ PVC ഷീറ്റാണ്. നമ്മുടെ PVC 4 ഇഞ്ചിൻ്റെ PVC ആയാലും ഏത് PVC ആയാലും അത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലിട്ട് ചൂടാക്കി എടുത്തിട്ട് പരത്തി എടുക്കുന്നതാണ് PVC ഷീറ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഒന്നും ഇല്ല, ഈ മൊബൈൽ വെക്കുന്ന രീതിയിൽ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുവാണ്. കണ്ടോ ഒരു വീഡിയോ ഒന്നുമില്ല, ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് വീഡിയോ തന്നെ. കണ്ടോ എൻ്റെ ഒരു അളവിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മളാണ്ട് ആ സൈഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ചെറിയൊരു പീസാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്, വലിയ പീസൊന്നുമല്ല, ചെറിയ പീസാണ്. കൂട്ടുകാർ നമ്മൾ PVC ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 11 സെൻറ്റിമീറ്ററാണ്, വീതി എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്ററാണ്. ഇനി നമ്മൾ ഈ ഷവറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് ഫിക്സ് ചെയ്ത് വെക്കുവാണ്. അതിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഹോളിടാൻ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സോൾഡറിങ് അയണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്രി വെച്ച് ഹോളിടാം. ഞാനിപ്പോൾ സോൾഡറിങ് അയൺ വെച്ചാണ് കൂട്ടുകാരെ ഹോളിടുന്നത്. എൻ്റെ സോൾഡറിങ് അയൺ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. സോൾഡറിങ് അയൺ വീട്ടിലുണ്ടാകുന്ന സോൾഡറിങ് അയൺ വെച്ചാണ് ഞാനിപ്പോൾ ഉയർത്തിയിടുന്നത്. സോൾഡറിങ് അയൺ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഗൈസ്. അവിടെ കൂട്ടുകാർ നന്നായിട്ട് കിരുത്തിയിടുന്നുണ്ട്. കണ്ടോ ഹോള് നന്നായിട്ട് വീഴുന്നുണ്ട് കൂട്ടുകാർ. കണ്ടോ ബാക്കിലത്തെ സോൾഡറിങ് അയൺ നന്നായിട്ട് ഹോള് വരുന്നുണ്ട്. സോൾഡറിങ് അയൺ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോളിടാം. കണ്ടോ പെട്ടെന്ന് നന്നായിട്ട് ഹോളിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഹോളും കൂടെ കൂട്ടുകാരെ നമുക്ക് ഇടണം. അപ്പോൾ ഞാൻ ഓരോ ഹോളെ ഇട്ടിട്ടുള്ളൂ. കണ്ടു ഇനി നമ്മൾ അപ്പുറത്തായിട്ട് ഓരോ ഹോളും കൂടെ സോൾഡറിങ് അയൺ വെച്ച് നമുക്ക് ഓരോ ഹോളും കൂടെ ഇടണം. അപ്പോൾ ഓരോ ഹോളും കൂടെ ഇടുവാണ്. ഓരോ ഹോളും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കണ്ടോ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നടുക്കും ഹോളിടാം. ഇപ്പം ഞാനിപ്പോൾ ഇടുന്ന് നോക്കി, പക്ഷേ ഇച്ചിരി പാടാണ്, അതുകൊണ്ട് ഞാൻ ഹോളിടാൻ പോയില്ല. 2 ഹോളെ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ 2 ഹോള് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ സോൾഡറിങ് അയൺ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുവാണ്. കൂട്ടുകാരാണ്ട് ഈ 2 ഹോളിൻ്റെ ഫ്രണ്ടിലും നമ്മുടെ പ്ലാസ്റ്റിക്കിന് അതൊക്കെ ഉരുകിയിരിക്കുകയാണ്. സോൾഡറിങ് വെച്ച് ഹോളിട്ടുണ്ട്. നമ്മളവിടെ അത് നമ്മുടെ കമ്പി എടുത്തിട്ടുണ്ട്, നൂൽക്കമ്പി. നിങ്ങൾക്ക് ഇവിടെ കയറെടുക്കാം, എന്ത് വേണം എടുക്കാം, നൂല് എന്ത് വേണം എടുക്കാം. ഞാനിപ്പം നൂൽക്കമ്പിയാണ് എടുക്കുന്നത്. നമ്മൾ എന്നിട്ട് ഷവറിൻ്റെയും ഹോളും PVCയുടെ ഹോളും കൂടെ നോക്കിയിട്ട് ഷവറിൻ്റെ ഹോള് PVCയുടെ ഹോളിൽ കൂടെ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങൾക്ക് ക്യാമറ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഷവറിൻ്റെ ഹോള് നമുക്ക് അങ്ങോട്ട് കൂടെ കാണാൻ പറ്റുന്നുണ്ട് 2 ഹോള്. അപ്പോൾ നമ്മൾ ആ ഹോളിൽ കൂടെ നമ്മൾ കയറ്റി ബാക്കി കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ അപ്പം ബാക്കി കൂടെ കമ്പി വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ആ കമ്പി അവിടെ വെച്ച് വളച്ചിട്ട് അപ്പുറത്തെ ഹോളിൽ കൂടെയും കയറ്റി എടുക്കുകയാണ്. പക്ഷെ ടൈറ്റായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കയറ്റി എടുക്കണം, ഇരിക്കാത്ത രീതിയിൽ. അപ്പോൾ നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്തെടുത്ത് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ ഇപ്പം ബാഫൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് ആ കമ്പി നന്നായിട്ട് നമ്മുടെ പ്ലയർ വെച്ചൊന്ന് മുറുക്കി കൊടുക്കണം. അപ്പോൾ മുറുക്കി കൊടുക്കാൻ പോവുകയാണ് ഞാൻ. കണ്ടോ പ്ലയർ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ടൈറ്റാക്കി മുറുക്കി കൊടുക്കുകയാണ്. നിങ്ങൾ വേണം കയറായാലും എന്ത് വേണം യൂസ് ചെയ്യാം. ഞാനിപ്പം മീഡിയം ചെറുതായിട്ടൊന്ന് മുറുക്കി കൊടുക്കുകയാണ്. അത് കുറച്ച് മുറുകിയാൽ മതി, വലുതായിട്ട് മുറുകിയാണ്. അപ്പം വലുതായിട്ട് മുറുക്കി കൊടുക്കുകയാണ്, മീഡിയം വലുതായിട്ട്. ഇത്രയും മുറുക്കി കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇപ്പം ടൈറ്റ് ആയിരിക്കുന്ന മാതിരി ഇരിക്കുവാണ്. അവിടെ കൂട്ടുകാരെ എല്ലാം നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ട് മുറുക്കി എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ അവിടെ വെച്ച് കട്ട് ചെയ്തെല്ലാം മുറുക്കി ചെയ്തെടുത്തിട്ടുണ്ട്. കേട്ടോ നമ്മളെ കമ്പി ഇട്ടാണ് കിട്ടിയത്. മൊബൈൽ വെച്ചാൽ നമ്മൾ മൊബൈൽ താരം എടുത്തില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ കറുത്തൊരു റബ്ബർ നമ്മൾ ഊരി മാറ്റിയില്ല ഷവറിൻ്റെ ഉള്ളിൽ നിന്ന്, അത് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ വിരൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റി വെക്കുക. അതിരുന്നാലേ ഉള്ളൂ നമ്മുടെ ഈ ജാമായിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഷവറിൻ്റെ പ്ലാസ്റ്റാനും ഉള്ളിലോട്ട് കയറി വരും.
അല്ലെങ്കിൽ ഇളകി പോകാൻ സാധ്യത ഉണ്ടാകും. അത് വെച്ച് നമ്മൾ ജാമായെങ്കിൽ ഇരുന്നോളൂ, അനങ്ങത്തില്ല, ഫ്രഷ് ജാമായെങ്കിൽ ഇരുന്നോളൂ. അങ്ങനെ നമ്മൾ നന്നായിട്ട് വെക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൈ കൊണ്ട് വിരലുകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് വെക്കുക. കണ്ടോ, അപ്പോൾ തന്നെ അനങ്ങത്തില്ല. കണ്ടോ, നന്നായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ പ്ലസ് കീൻ്റെ പശ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഷവറിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലിനകത്ത് പ്ലസ് കീൻ്റെ പശ ഒട്ടത്തില്ല, മീഡിയം ഒട്ടത്തോളൂ. പിന്നെ ഇളകിയ വരും. ഞാൻ നോക്കിയപ്പോൾ ഒട്ടത്തില്ല, മീഡിയമായിട്ട് ഒട്ടുന്നുള്ളൂ. കണ്ടോ, ഒട്ടത്തൊന്നുമില്ല, ചെറുതായിട്ട് ഒട്ടും, അത് മതി, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒട്ടത്തൊന്നുമില്ല, വലുതായിട്ട് ഒട്ടുമില്ല എന്നേ ഉള്ളൂ, ഒട്ടത്തില്ലേ ഉള്ളൂ. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ഒട്ടാൻ കുറച്ച് സമയം വെക്കുക. 2 മിനിറ്റോളം മതി വെക്കുക, 2 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷവറിൻ്റെ അതിനകത്തോട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇടിക്കുക റെഡ്മിയുടെ മൊബൈൽ കവറാണ്, അത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പം കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്ലസ് കീൻ്റെ പശ എടുത്തിട്ട് നന്നായിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുറേ ഒഴിക്കണം പ്ലസ് കീന്, മീഡിയം. അപ്പം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വെക്കാം. ഞാനിപ്പോൾ ക്യാമറ ഇപ്പുറ സൈഡിലായിട്ട് വരുന്ന, വലത്തെ സൈഡിലായിട്ട് വരുന്ന രീതിയിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. കാരണം നന്നായിട്ട് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ടൈറ്റായിട്ട് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പം നന്നായി ടൈറ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പഴേ ഒട്ടി, കണ്ടോ, ഇപ്പഴേ പ്രസ് ചെയ്ത് നന്നായിട്ട് ഒട്ടി. അപ്പോൾ നന്നായിട്ട് ഒട്ടി. നമുക്ക് ഏത് പൊസിഷനായാലും ഈ ഒരു ഷവറായാലും നമുക്ക് ഏത് പൊസിഷനിലോട്ട് വെക്കാം. നമ്മുടെ ക്യാമറയായിട്ട് യൂസ് ചെയ്യാവുന്ന തന്നെ എമർജൻസി ലാഭമായിട്ട്, മൊബൈലിൻ്റെ ലൈറ്റ് ഓണൊക്കെ എമർജൻസി ലാഭമായിട്ട് യൂസ് ചെയ്യാവുന്ന തന്നെ നമുക്ക് വാർത്ത, TV, സിനിമ അങ്ങനെയൊക്കെ കേൾക്കുന്ന വഴി സിനിമ പരമായി വാർത്തയൊക്കെ കേൾക്കണമെങ്കിൽ ഈ മൊബൈൽ ഇതിനകത്ത് വെച്ച് കേൾക്കാൻ പറ്റും. അവിടെ ഇപ്പം തന്നെ ശകലോടെ പ്ലസ് കീ ഒഴിച്ചു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് വെച്ച് പ്ലസ് കീക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് അമ്മയ്ക്ക് വെക്കുകയാണ്. അപ്പം നന്നായിട്ട് നന്നായിട്ട് പ്ലസ് കീ ഒട്ടി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഒട്ടിക്കിട്ടിട്ടുണ്ട്. അങ്ങനെ കല്ല് വാങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പിയിട്ട് കെട്ടാം. ഞാനിപ്പം പ്ലസ് കീക്കായതുകൊണ്ട് കമ്പിയിട്ട് കെട്ടുന്നില്ല, നന്നായിട്ട് കട്ടായിട്ട് ഇരുന്നു. ഈ മൊബൈലിൻ്റെ കവർ സാധാ പ്ലാസ്റ്റിക് ഇല്ല, അല്ലെ ഒരുമാതിരി നല്ല റബ്ബർ വരെയുള്ള പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിച്ച് നന്നായിട്ട് ഒട്ടി വയ്ക്കും. പിന്നെ ഇളക്കി എടുക്കേണ്ടി വരും, കീറിയൊക്കെ പോകും ഇളക്കി എടുത്താൽ. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പിയിട്ട് കെട്ടാത്തത്. കമ്പിയിട്ട് കെട്ടിയാൽ മൊബൈൽ വെക്കാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ട് കമ്പിയിട്ട് കിട്ടുന്നില്ല, കയറോ ഒന്നും വെച്ച് കിട്ടുന്നില്ല. ഞാൻ പ്ലസ് കീ വെച്ച് മാത്രം ഒട്ടിച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നവരെ നമുക്കിത് വെക്കണം. വേറെ നമ്മളെ സാധനം കൊണ്ട് നന്നായിട്ട് ഒട്ടിക്കിട്ടിട്ട് നമ്മൾ എങ്ങോട്ട് വെക്കാം, നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് വേണം ഇങ്ങനെ വെക്കാം. വേണമെങ്കിൽ ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് വേണം, ഷോർട്ട് വീഡിയോ ആയിട്ട് വീഡിയോ പിടിക്കാം. ഇങ്ങനെ വെച്ച് വീഡിയോ പിടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതി വെച്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതി വെച്ച് വീഡിയോ പിടിക്കാവുന്ന കാര്യമുള്ളൂ. ഈ ഒരു ഇത് വെച്ച് നമുക്കാണ് ഇഷ്ടമുള്ള എങ്ങനെയാണ് ഈ വീഡിയോ വെക്കാവുന്ന കാര്യമുള്ളൂ. കണ്ടോ, ഞാൻ ഇങ്ങനെ വെക്കുന്നത് എങ്ങനെ രീതിയിൽ നമുക്ക് ഈ സ്റ്റാൻഡ് വെക്കാം. തല ഇഴിച്ച് വേണമെങ്കിൽ മൊബൈൽ ഇങ്ങനെ വെക്കാം, ഒരു കുഴപ്പമില്ല. അടിപൊളി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്റ്റാൻഡാണ്. എമർജൻസി ലാഭം, അതുകൊണ്ടൊക്കെ തന്നെ ക്യാമറ സ്റ്റാൻഡ്, അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മൂവി സിനിമസുകൾ, അതുകൊണ്ടൊക്കെ തന്നെ വാർത്തകൾ അതൊക്കെ കേൾക്കാൻ പറ്റുന്ന സ്റ്റാൻഡ്, എല്ലാം കൂടെ ഉള്ള സ്റ്റാൻഡാണിത്. നമുക്ക് എങ്ങനെ രീതിയിൽ നമ്മൾ മേലോട്ട് വെക്കാം, താഴോട്ട് വെക്കാം. കേട്ടോ, നമ്മൾ മൊബൈൽ വെച്ചിട്ട് മേലോട്ട് വെക്കാം, വേണമെങ്കിൽ താഴോട്ട് വെക്കാം. ഇളകി ഒന്നും പറ്റത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സാധനമാണ്. താഴോട്ട് വെക്കാം, എങ്ങനെ വേണമെങ്കിൽ വെക്കാം. കേട്ടോ, മേലോട്ട് വെക്കാം, വേണമെങ്കിൽ താഴോട്ട് വെക്കാം, എങ്ങനെ വേണമെങ്കിൽ എങ്ങനത്തെ രീതി വേണമെങ്കിൽ നമുക്കിത് വെക്കാം. ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റാൻഡ് നമ്മൾ എങ്ങനെ വേണമെങ്കിൽ ആക്കാം, ഒടിഞ്ഞു പോകുന്നൊരു പ്രശ്നമേ ഇല്ല. കണ്ടോ, കമ്പിയിട്ട് എങ്ങനെ വേണമെങ്കിൽ ആക്കാം, മേലോട്ട് വെക്കാം, താഴോട്ട് വെക്കാം, എങ്ങനത്തെ രീതി വേണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് വെക്കാം. അടിപൊളി സ്റ്റാൻഡാണ്. കൂട്ടുകാർ, ഞാനിപ്പോൾ റെഡ്മി മൊബൈൽ എടുക്കുവാണ്. ആ മൊബൈൽ വെക്കുന്ന കവറാണ് ഈ സ്റ്റാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാർ, ഞാനിപ്പോൾ ഇതിനകത്ത് എൻ്റെ വീഡിയോ പിടിക്കാൻ പോകണം. അതിനായിട്ട് നമ്മളാണ് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ ഷോർട്ട് വീഡിയോ പിടിക്കാം. വേണം വെച്ച് ഇങ്ങനെ വെച്ച് ഷോർട്ട് വീഡിയോ പിടിക്കാം. വേണം ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആണാക്കാണ് എടുക്കുന്നത്. ഷോർട്ട് വീഡിയോ വേണമെങ്കിൽ കാണാം, ഷോർട്ട് വീഡിയോ വേണമെങ്കിൽ പിടിക്കാം. നമ്മൾക്ക് തന്നെ എമർജൻസി ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡ് വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഓണാക്കിയിട്ടുണ്ട്, മൊബൈൽ ഓണാക്കാൻ പോവാണ്, വീഡിയോ ഓണാക്കാൻ പോവാണ്. അപ്പം കറക്റ്റ് നേരെ എൻ്റെ മുഖത്തിലോട്ട് വെച്ചിട്ടുണ്ട് വീഡിയോ. മൊബൈൽ എൻ്റെ മുഖത്തോട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഇനി നമ്മുടെ വീഡിയോ ഓണാക്കാൻ പോകണുണ്ടോ. നമ്മളെ വീഡിയോ ഓണാപ്പോൾ എൻ്റെ കറച്ച് കൂട്ടുകാർ നമ്മളാണ് ഇപ്പോൾ എൻ്റെ തല കാണാൻ പറ്റുന്നുണ്ട് മൊബൈലിൽ. കണ്ടോ, കറക്റ്റ് എൻ്റെ അടിപൊളി സ്റ്റാൻഡാണ്. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ തല കാണാൻ പറ്റുന്നുണ്ട് മൊബൈൽ. കണ്ടോ,
ആയ കാണിച്ചാൽ ടാറ്റ കാണിച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്, ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് മൊബൈലിൻ്റെ കവർ വെച്ചുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റുന്നത്. നമ്മളൊരു കവർ ഉണ്ടാക്കിയാൽ പറ്റത്തില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണ്. കറക്റ്റായിട്ട് തരലാക്കി ഞാൻ പറയുന്നതെല്ലാം ക്യാമറയിൽ വ്യക്തമാകുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. മൊബൈൽ വഴി എന്നെ ഇപ്പോൾ കാണാൻ, എൻ്റെ തലയും എന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എന്നെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഞാനപ്പം വീഡിയോ മാറ്റാൻ ഓഫാക്കുവാണ്. ഓഫാക്കിയിട്ട് ഇനി ഞാൻ കാണിച്ചു തരുന്നത് എമർജൻസി ആയിട്ട് എങ്ങനെ ഈ മൊബൈൽ യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് മൊബൈലിലെ ലൈറ്റ് ഓൺ ആക്കണം കണ്ടോ. ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം കണ്ടോ. എമർജൻസി ഇപ്പം എൻ്റെ കണ്ണിലോട്ട് വെട്ടമടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ദേഹത്തോട്ടൊക്കെ വെട്ടമടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പോൾ താരോട്ടാക്കി എങ്ങനെ വേണേൽ നമുക്ക് വെട്ടം എങ്ങനെ വേണേൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഉടുപ്പിലോട്ടാണ് വെട്ടമടിക്കുന്നത് കണ്ടോ. അപ്പം കറക്റ്റായിട്ട് ഇറക്കി എൻ്റെ ഉടുപ്പിലോട്ട് കറക്റ്റായിട്ട് വെട്ടമടിക്കുന്നുണ്ട് ഗൈസ് കണ്ടോ. വെട്ടമടിക്കുന്നുണ്ട് ഗൈസ് കണ്ടോ. ഇപ്പം എങ്ങനെ വേണേൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല കണ്ടോ. എൻ്റെ കയ്യിലോട്ടൊക്കെ വെട്ടമടിക്കുന്നത് കണ്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ക്യാമറയിലോട്ട് നമ്മുടെ ഈ വെട്ടം കാണിക്കുവാണ് കണ്ടോ. ക്യാമറയിലോട്ട് വെട്ടം കാണിക്കണം കണ്ടോ. എങ്ങനെ വേണേൽ നമുക്ക് വെട്ടം ഫിക്സ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. മേലോട്ട് താരോട്ട് എങ്ങനെ വേണമെങ്കിൽ വെക്കാം, ഒരു കുഴപ്പമുണ്ട്. ഇപ്പം താരോട്ടാണ് വെച്ചെങ്കിൽ ഇപ്പം മേലോട്ട് കണ്ടോ. അപ്പോൾ എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അവിടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഈ കവറിൽ നിന്ന് നമ്മുടെ മൊബൈൽ റിമൂവ് ചെയ്യുന്ന ഇങ്ങനെയാണ്. സൈഡത്തെ കവർ ശാലം പൊക്കിയിട്ട് അടിയിലത്തെ കവറും പൊക്കിയിട്ട് ഇങ്ങനെ ഊരിയെടുക്കണം കണ്ടോ. ഇത്രയും കാര്യമുള്ളൂ നമ്മുടെ മൊബൈലിൽ നിന്ന് ആ കവറിൽ നിന്ന് നമ്മുടെ മൊബൈൽ റിമൂവ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ കവർ എങ്ങനെ ഉണ്ട് ഗൈസ്, അടിപൊളി കവർ, അടിപൊളി സ്റ്റാൻഡല്ലേ ഗൈസ്. എങ്ങനെ വേണേൽ മൂവ് ചെയ്യുക, അടിപൊളി സ്റ്റാൻഡല്ലേ ഗൈസ് കണ്ടോ. സ്റ്റാൻഡ് എങ്ങനെ തല വെച്ച് എങ്ങനെ വേണേലും വെക്കാം, ഒരു കുഴപ്പമില്ല, ഒരു എത്തുമില്ല, ഒന്നും പറ്റത്തില്ല. അടിപൊളി സ്റ്റാൻഡല്ലേ ഗൈസ്, സൂപ്പർ സ്റ്റാൻഡാണ്, ഒരു കുഴപ്പമില്ല. മിനി സ്റ്റാൻഡാണ്, ചെറിയ മിനി സ്റ്റാൻഡാണ് കണ്ടോ. എങ്ങനെ വേണേലും വെക്കാം, ഒരു കുഴപ്പമില്ല, നല്ല സ്റ്റാൻഡാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ പിടിക്കാനായാലും ക്യാമറ പിടിക്കാനും നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അടിപൊളി കണ്ടോ, പൊക്കിയാലൊന്നും പോകത്തില്ല, നല്ല വിലയുള്ള സ്റ്റാൻഡാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. നമുക്കിനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ഓണക്കാരൻ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. കൂട്ടുകാരെ അതുകൊണ്ട് നമ്മുടെ അതിൽ ബെൽ ബട്ടൺ അടിച്ചാൻ പൊട്ടിച്ചേക്ക്. പിന്നെ ഗൈസ് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സ്റ്റാൻഡൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും, നിങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കൂ. വെറും കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനും. നല്ല കുറേ പൈസ കൊടുത്ത് സ്റ്റാൻഡ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് ചെറിയ സ്റ്റാൻഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ഷവറും വാങ്ങണം, പീസ് പൈപ്പ് മതി, പിന്നെ ഒരു പഴയ മൊബൈൽ കവർ മാത്രം മതി. പ്ലസ് കീ കൊണ്ടുപോയി പ്ലസ് കീ വെച്ച് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ സോൾഡറിങ് വേണ്ട. കിടുത്താണ് സാധാ എന്തെങ്കിലും ഹോളിടാൻ വേണ്ടി കത്രിക എന്തെങ്കിലും മതി വെച്ച് ഹോളിടാം. അതുകൊണ്ട് തന്നെ അടിപൊളി സ്റ്റാൻഡാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാം. നല്ല ക്വാളിറ്റിയാണ്, കുറേ കാലത്തോളം നിൽക്കും, കുറേ വർഷങ്ങളോളം നിൽക്കും. കൂട്ടുകാരെ അടിപൊളി സ്റ്റാൻഡാണ്, അതുകൊണ്ട് തന്നെ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാൻഡാണ്. നമ്മളിനി അടുത്ത വീഡിയോയുമായി കൂട്ടുകാരെ വീണ്ടും വരും. കൂട്ടുകാരെ ബൈ ബൈ.